ഇപ്പം നമ്മളിത് കാണുന്നത് ഒരു CPU ആണ്. കമ്പ്യൂട്ടറിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള CPU ആണ്. പക്ഷേ ആ CPU-ൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ കമ്പോണൻസ് വിറ്റിരിക്കുന്ന ബോർഡ് കാണാൻ പറ്റും. താഴെ കുറേയധികം വോളിയം കൺട്രോൾ കാണാൻ പറ്റും. താഴെ പൈലറ്റ് ലൈറ്റുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു CPU ഇതിൽ ഒരു പവർ ആംപ്ലിഫയറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്തേക്ക് നമുക്ക് നോക്കാം. അതിൻ്റെ കണക്ഷൻസൊക്കെ എന്താണെന്നുള്ളത് ബാക്ക് വശത്തേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പുറകു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഇത് HDMI കേബിളും അതിൻ്റെ കൺട്രോളും അതിൻ്റെ പൈപ്പിൻ്റെ കൊണ്ട് ഔട്ട് തരാൻ വേണ്ടിയുള്ള ബൂടെക്കിൻ്റെ ഡീകോഡറും അതാണ് ഈ പുറകെ കാണുന്നത്. ഓ ശരി. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കാണുന്നത്. താഴെ ഇന്നാണ് കാണുന്നത്. അതായത് 5.1 വേണ്ടിയിട്ടുള്ള സൗണ്ട് നമ്മൾ 5 നമ്മൾ യൂട്യൂബിൽ നിന്നോ മറ്റൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഇത് 5 തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കും. ഒപ്റ്റിക്കൽ കൊടുക്കാം, കോയാക്സിൽ കൊടുക്കാം, ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ താഴത്തേക്ക് പോവാം. ഇത് സ്പീക്കർ 5.1 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സെൻറ്റർ, പിന്നെ സബിൻ്റെ സബ് കൊടുത്തിരിക്കുന്നതിൻ്റെ, പിന്നെ പോസ്റ്റ് ഇൻപുട്ട്, പിന്നെ FM-ൻ്റെ ആൻറ്റിന, പിന്നെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അതിനെന്ന് വെച്ചാൽ ഇത് കണ്ടമാനം ചൂടാകുന്നതുകൊണ്ട് ഒരു ഫാനും ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഒരു ഫാൻ നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ പുറകിൽ ഇത് നമ്മൾ CPU ആണ് നമ്മളിത് മോഡിഫൈ ചെയ്ത് എടുത്തിരിക്കുകയാണ് പവർ. അപ്പോൾ ഇതിനകത്ത് സബ് നല്ല പവർ ആയതുകൊണ്ട് അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള 2 സെപ്പറേറ്റ് കണക്ഷനാണ് ഇതിനകത്ത് നിന്ന് പരിധൊരുമിച്ചല്ല 2 ഇതിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് പവർ ആയതുകൊണ്ട്. അതിൻ്റെ കണക്ഷനും മറ്റു കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു സബ്ബൂഫർ അല്ലേ 5.1 എന്ന് പറഞ്ഞാൽ 8K വരെ കൊടുക്കാവുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആമ്പാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് എൻ്റെ കമ്പോണൻ്റ് 5.1 സബ് അതുപോലെയുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത് നമ്മൾ തുറന്നൊന്ന് നോക്കാൻ പോവാണ്. കാരണം നല്ല പവറായിട്ടുള്ള ഉപകരണം ഇത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പവർ സംവിധാനങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് ആ ഓരോ സാധനങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അത് ഇത് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് 27/27 18/0 12 ട്രാൻസ്ഫോമർ, പിന്നെ വേറെ ട്രാൻസ്ഫോമർ 12/12. അതെന്തിനാണ് വെച്ചിരിക്കുന്നത്? റൗണ്ടിലിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്തിനാണ് ഇരിക്കുന്നത്? അത് നമ്മൾ ഇതിൻ്റെ HDMI ബോർഡിന് അതാണ് HDMI ബോർഡ്. ഇതാണ് ഡീകോഡർ. ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഫാനിനും ഇതിനും ഒറ്റ ട്രാൻസ്ഫോമർ കൊടുത്തിരിക്കുന്നത്. നോയ്സ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ ഓൾറെഡി എടുത്ത് കഴിയുമ്പോൾ ഫാൻ വർക്കിംഗ് നോയ്സ് സൗണ്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ചെറിയ പവർ സപ്ലൈ ആണോ? ചെറിയ സൗണ്ട് ഇതിന് 12 വോൾട്ട് കൊടുക്കാൻ വേണ്ടി. പിന്നെ ബ്ലൂടൂത്ത് 12 വോൾട്ട് കൊടുക്കാൻ വേണ്ടി സെക്യൂരിറ്റി ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത്. ഇത് മെയിൻ ട്രാൻസ്ഫോമറിന്റെ ഫിൽറ്റർ അല്ലേ? ഇത് മെയിൻ ട്രാൻസ്ഫോമറിന്റെ ഫിൽറ്റർ ഈ 5.1 ബോർഡിന് വേണ്ടിയിട്ട് മാത്രം. ഈ കാണുന്നതാണ് 5.1 ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ കാണുന്നോ ഇത് ബാസും ട്രബിളും കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് സബിന്റെ ബോർഡ്. ഇതാണ് സബിൻ്റെ ബോർഡ് വെച്ച് ഇവരാണ് നല്ല ഇടിയും നടുക്കമൊക്കെ ഉണ്ടാകുന്ന നല്ല കുലുക്കുമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സബിനുള്ള. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല പവറായിട്ടുള്ള സബിൻ്റെ ആമ്പാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. 12 ഇഞ്ച് സബ് ഊഫർ നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ അല്ലേ? 10 മുതൽ 12 വരെ കൊടുക്കാൻ നല്ല രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു പവർ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഫാൻ. അതുകൊണ്ടോ അപ്പോൾ ഇവിടെ ഒരു ഫാൻ അഡീഷണൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഈ ഫാൻ എന്ന് പറഞ്ഞാൽ ഈ സബ് തണുക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം കണ്ടമാനം ഹീറ്റ് ആവുമല്ലോ നല്ല വോളിയൊക്കെ വരുമ്പോഴത്തേക്ക്. അതിന് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ. അപ്പോൾ ഇതിനകത്ത് നിന്ന് പറഞ്ഞൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ സെറ്റ് അത് മാത്രമല്ല നമ്മളൊരു സിനിമ കാണുന്ന 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടി ഓണാകുന്ന തന്നെ ഫാൻ ഓണാവും. അപ്പം ത്രൂ ഔട്ട് സാധനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ പോലും ഇത് ഹീറ്റായി ചൂടായി പോരാ. അതിന് വേണ്ടിയിട്ടാണ്. അത് കൂടാണ്ട് ബാക്കിയുള്ള കമ്പൗണ്ട്സിൻ്റെ വേറൊരു ഫാൻ കൂടെ ഇരിപ്പുണ്ട് വർക്കാകുന്ന സമയത്ത്.
വേറൊരു ഫാൻ കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് കൊടുത്തിരിക്കുന്ന വയറൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. എൻ്റെ വോളിയം കൺട്രോളും അതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട് പാനലിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഫ്രണ്ട് പാനലിലുള്ള ഉപകരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഈ CPU നിറച്ച് കമ്പ്യൂട്ടർ ബോർഡ് പോലെ തന്നെ അനേകം ബോർഡ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ പഴയ CPU ബോർഡൊക്കെ അല്ലാണ്ട് ക്യാബിൻ നമുക്ക് കളയാതെ ഇതുപോലെ നല്ല അടിപൊളി സെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട് പാനലിലേക്ക് നമുക്കൊന്ന് പോകാം. ഫ്രണ്ട് പാനൽ വരുമ്പോഴത്തേക്കല്ലേ ഇത് USB ബ്ലൂടൂത്ത് അത് സാധാരണ ഉള്ള പോലെ തന്നെ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു സൈഡ് പോലെ ഒന്ന് പറയാം ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് സബിന്റെ ഓളിംഗ് കൺട്രോൾ, സബിനുള്ള സെപ്പറേറ്റ് ഓളിംഗ് കൺട്രോളാണ്. ഇത് ബാസ്, ഇത് ലെഫ്റ്റ് റൈറ്റിന്റെ ഓളിയം, ലെഫ്റ്റ് റൈറ്റ് ട്രിബിൾ ഓളിയം, സെൻട്രൽ ഓളിയം, SLന്റെ അതിന്റെ ഓളിയം, അത് സെൻട്രൽ ഓളിയം. ഇത്രയാണ് കാണുന്നത്. പിന്നെ അത് കൂടാണ്ട് ഒരു താഴത്തേക്ക് ഇത് ഓൺ ഓഫ് സ്വിച്ച്, ഇതിന്റെ ഓൺ ഓഫും, പിന്നെ സെലക്ടർ ഇത് മോഡ് മാറ്റുന്ന, അതായത് നമ്മുടെ HDMI ARC കേബിൾ കണക്ട് ചെയ്യുന്നത്, പിന്നെ കോയാക്സ് കണക്ട് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള അതിൻ്റെ ബാക്കി കൊടുത്തതിന് സെലക്ടർ സ്വിച്ച് ഫ്രണ്ടിൽ വെച്ചെന്നുള്ളൂ. അപ്പോൾ എളുപ്പത്തിന് മാത്രമല്ല ഈ CPU സ്വിച്ചുകൾ അതേപടിയാണ് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് പ്രവർത്തിപ്പിച്ച് നമുക്ക് നോക്കാം അല്ലേ. അടച്ചോ, നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. നമ്മളിത് ഓണാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്പീക്കർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള 12 ഇഞ്ചിൻ്റെ സബ്ബാണ്. നമ്മൾ 100 വാട്ടിൻ്റെ ഒരു സബ്ബാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു സബ്ബാണ്. പണ്ട് നമ്മൾ യൂട്യൂബിന് വേണ്ടി നിർമ്മിച്ചൊരു സബ്ബാണ്. ഇത് രണ്ടും തമ്മിലുള്ള സൗണ്ട് ക്വാളിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സബ്ബാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സെൻട്രൽ സ്പീക്കർ ആയിട്ട് കൊടുക്കുന്നതാണ്, ബോക്സാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്പീക്കർ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലേക്ക്, ഫ്രണ്ട് റൈറ്റ് സൈഡിലേക്കുള്ളതാണ് ഈ സ്പീക്കർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്ക് ലെഫ്റ്റാണ് വെച്ചിരിക്കുന്നത്. ഇത് ബാക്ക് റൈറ്റാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ TV പുറകിൽ നമ്മൾ 5.1 കിട്ടുന്നതിന് വേണ്ടിയിട്ട് HDMI ഇത് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുവാണ്. അതുകൂടാണ് ഇതാണ്ടോ സൗണ്ടിൻ്റെ ഇതാണ്ട് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ARC ഇതൊരു കേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ TV പുറകിൽ 5.1 കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്മാർട്ട് TV പുറകിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ്. ഇത് ബാക്കിൽ നമ്മൾ ഇതുപോലെ കൊടുക്കുവാണ്. കറക്റ്റ് കണക്ഷൻ എല്ലാം കൊടുത്ത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മാർട്ട് TV ആയിട്ടുള്ള TVയിൽ നമ്മൾ ഇതിൻ്റെ ഡോൾബി സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മ്യൂസിക്കാണ്, ഇതിൻ്റെ പല മ്യൂസിക്കുകളെല്ലാം കൂടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓണാക്കി ഒന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേൾക്കാം. Test your 5.1 channel home cinema. Center speaker. Rear left. Rear right. Subwoofer. Right channel. Left channel. Comment, like and subscribe to channel for more videos. Center speaker. Rear left.
channel. Right channel.